Hi students. ഇപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മോളിക്കുലർ ക്ലോക്കിനെ പറ്റി ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്ക് തുടങ്ങാം. ഇത് മൊഡ്യൂൾ 6-ലുള്ളൊരു ടോപ്പിക്കാണ്. സി വാല്യൂ പാരഡോക്സ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ സി വാല്യൂസ് എന്താണ് എന്ന് നോക്കാം. ഓക്കെ, ദ എമൗണ്ട് ഓഫ് DNA in a haploid genome set such as in a sperm nucleus or egg or pollen cell is called the genome size or C value. അപ്പോൾ C value എന്ന് പറയുന്നത് എന്താണ്? C value is also called genome size എന്ന് പറയും. ഒരു ഓർഗാനിസത്തിലുള്ള ഹാപ്ലോയിഡ് ജീനോമിൻ്റെ സൈസിനെയാണ് നമ്മൾ C value എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാപ്ലോയിഡ് ജീനോം എന്ന് പറയുമ്പം നമുക്ക് ഏതാണ് മെയിനായിട്ട് എക്സാമ്പിൾസ്? സ്പേമിലുള്ളത് ഹാപ്ലോയിഡ് സെൽസ്, ഹാപ്ലോയിഡ് ജീനോം അല്ലേ. അതുപോലെ തന്നെ എഗ് ആണെങ്കിലും ഹാപ്ലോയിഡ് അല്ലേ, അവൻ്റെ ഫ്ലോയിഡിറ്റി നോക്കുവാണെങ്കിലും. പോളൻ സെൽസ് ആണെങ്കിലും അതിൻ്റെ ഫ്ലോയിഡിറ്റി എന്താണ്? N ആണ്. അതായത് അത് ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ജീനോമാണ് ഇവർക്കെല്ലാം ഉള്ളത്. ഓക്കെ, അപ്പം അതാണ് പറയുന്നത്. C value എന്ന് പറയുമ്പോൾ എന്താണ്? ദ എമൗണ്ട് ഓഫ് DNA in a haploid genome set is called C value or genome size എന്ന് പറയുന്നത്. ഹാപ്ലോയിഡ് ജീനോമിലുള്ള എമൗണ്ട് ഓഫ് DNA ആണ് നമ്മൾ C value എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. C stands for constant or characteristics എന്നാണ് പറയുന്നത്. C എന്ന് പറഞ്ഞാൽ അതിൻ്റെ C എന്ന് പറയുന്ന പേര് വരാൻ കാരണം കോൺസ്റ്റന്റ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന രണ്ട് ടേമിൽ നിന്നാണ് C എന്ന ഇതെടുക്കാൻ കാരണം. To denote that C values are relatively constant within a single species. അതായത് സിംഗിൾ സ്പീഷീസ് എടുക്കുകയാണെങ്കിൽ ഈ C value കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ്, ഇപ്പോൾ ഒരു നമ്മൾ ഹ്യൂമൻ തന്നെ എടുക്കും. ഹ്യൂമൻ എടുക്കുകയാണെങ്കിൽ അവരുടെ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ജീനോം എത്രയാണ്? 23 pairs ഓഫ് ക്രോമസോംസ് അല്ലേ. അപ്പോൾ അതിൽ ഇൻ ബിറ്റ്വീൻ എമോങ് ഹ്യൂമൻസ് അത് വേരി ചെയ്യുന്നുണ്ടോ? ഇല്ലല്ലേ. എല്ലാ ഹ്യൂമൻസ്, ഹ്യൂമൻ്റെ ഏത് ഹ്യൂമൻ എടുത്താലും നമുക്ക് എന്താണ് അതിൻ്റെ ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ജീനോം എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും, സെയിം തന്നെയായിരിക്കും. ബട്ട് ബിറ്റ്വീൻ സ്പീഷീസ് ഇപ്പോൾ നോക്കുവാണെങ്കിൽ ഹ്യൂമൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഇനി ഹ്യൂമനും ചിമ്പാൻസി അല്ലെങ്കിൽ ഒരു മൗസും എടുക്കുവാണെങ്കിൽ ബിറ്റ്വീൻ ഈ രണ്ട് സ്പീഷീസ് തമ്മിൽ എന്തുണ്ട്? വേരിയേഷൻ ഉണ്ട് അല്ലേ. അത് ബിറ്റ്വീൻ സ്പീഷീസ് ഈ ജീനോം സൈസ് ഡിഫറെൻ്റ് ആണ്. പക്ഷേ വിത്തിൻ സ്പീഷീസ് എന്താണ്? ജീനോം സൈസ് സെയിം ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിക്കാണുമല്ലോ എന്താണ് C വാല്യൂ എന്ന് പറയുന്നതെന്ന്. ഈ നെക്സ്റ്റ് നമുക്ക് C വാല്യൂ, ഡിഫറെൻറ്റ് C വാല്യൂസ് നോക്കാം. ഇതാണ് C വാല്യൂ പാരഡോക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് നമ്മൾ കൊടുത്തിരിക്കുന്ന സ്പീഷീസും കറസ്പോണ്ടിങ് C വാല്യൂ ഇൻ കിലോ ബേസ് പേഴ്സ് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഡയാറ്റംസ് എടുക്കുവാണെങ്കിൽ 35,000 KB ആണ് അവരുടെ ജീനോം സൈസ് എന്ന് പറയുന്നത്. ഡ്രോസോഫില മെലനോഗാസ്കർ എടുക്കുവാണെങ്കിൽ എത്രയാണ്? 1,80,000 ആണ്. ഇനി നമ്മൾ ഹോമോസാപ്പിയൻസ് എടുക്കുവാണെങ്കിലോ ഏകദേശം 3.4 അല്ലേ, 3,40,000, 34 lakh എന്താണ് KB ആണ് അവരുടെ ഹോമോസാപ്പിയൻസിൻ്റെ ജീനോം സൈസ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളിപ്പോൾ ഒരു അമീബയെ, ഇപ്പോൾ ഈ C വാല്യൂ പാരഡോക്സ് മെയിനായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്കൊരിക്കലും ഒരു സ്പീഷീസിൻ്റെ ജീനോം സൈസും അതിൻ്റെ കോംപ്ലക്സിറ്റിയും തമ്മിൽ റിലേഷൻ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മൾ വിചാരിക്കും എന്താണ്, കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓർഗാനിസത്തിൻ്റെ ജീനോം സൈസ് കുറച്ച് പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസത്തിനേക്കാളും കോംപ്ലക്സ് ആയിരിക്കും എന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അല്ലേ. അതായത് ഇപ്പോൾ ഒരു അമീബ എടുക്കുകയാണെങ്കിൽ അമീബയുടെ ജീനോം സൈസിനേക്കാളും ഒരുപാട് കൂടുതലാണ് നമ്മുടെ ഹ്യൂമൻ്റെ ജീനോം സൈസ് എന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലേ. പക്ഷെ അങ്ങനെയല്ല, അത് ഒരു തെറ്റായൊരു എന്താണ്, അങ്ങനെയല്ല അതിൻ്റെ റിലേഷൻ വരുന്നത്, അങ്ങനെയല്ല. ബട്ട് എന്താണ് ഇവിടെ പറയുന്നത്? C വാല്യൂ പാരഡോക്സ് മെയിനായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ there is no relationship between genome size and complexity of an organism. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ കോംപ്ലക്സിറ്റിയും അതിൻ്റെ ജീനോം സൈസും തമ്മിൽ റിലേഷൻഷിപ്പ്
ഇല്ല. നമുക്ക് അങ്ങനെ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. അത് കാണിക്കുന്ന ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഈ ടേബിൾ എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാലോ, ഹോമോ സാപ്പിയൻസ് എടുത്തു, അവരുടെ സി വാല്യൂ എത്രയാണ്? ഏകദേശം 34 lakh അല്ലേ അവരുടെ സി വാല്യൂ എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ താഴോട്ട് പോയിക്കേ, അമീബ എടുക്കുന്നു, ലാസ്റ്റ് കോളത്തിലുള്ള അമീബയുടെ കണ്ടോ, അതിന്റെ സി വാല്യൂ എന്ന് പറയുന്നത് ഒരുപാട് വലുതാണ്. അതായത് അതിന്റെ ജീനോം സൈസ് എന്ന് പറയുമ്പോൾ എന്താണ്, സി വാല്യൂ ഓർ ജീനോം സൈസ് എന്ന് പറയുന്നത് ഇത്രയും വലുതാണ്. അപ്പൊ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ ഈ അമീബയെ അമീബയെക്കാളും ഒരുപാട് അഡ്വാൻസ്ഡ് ആണ്, അല്ലെങ്കിൽ കോംപ്ലക്സ് ആയ ഹ്യൂമൻസിന് അമീബയെക്കാളും വലിയ ജീനോം സൈസ് ആണെന്ന് ഇങ്ങനെ പറയാൻ പറ്റുമോ? ഇല്ല. അതാണ് ഈ ടേബിൾ പറയുന്നത്, നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. അതായത് ഓർഗാനിസത്തിന്റെ കോംപ്ലക്സിറ്റിയും ജീനോം സൈസും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് അല്ല ഉള്ളത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ടേബിൾ അവിടെ ഇട്ടിരുന്നത്. ഓക്കെ, ഇനി എസ്റ്റിമേഷൻ ഓഫ് ജീനോമിക് കോംപ്ലക്സിറ്റി. ഓക്കെ, എന്താണ് ഈ ജീനോമിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്? How we can measure genomic complexity of the species with equal genome size. അതായത് ഈക്വൽ ജീനോം സൈസ് ഉള്ള ഓർഗാനിസംസ് അല്ലെങ്കിൽ സ്പീഷീസിന്റെ ജീനോമിക് കോംപ്ലക്സിറ്റി നമുക്ക് എങ്ങനെയാണ് മെഷർ ചെയ്യാൻ പറ്റുന്നത്? ഇത്രയും കോംപ്ലക്സ് ആണ് ഓർഗാനിസം എന്ന് നമുക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഓക്കെ, അപ്പോൾ അത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ കോട്ട് കർവ് എന്ന് പറയുമല്ലോ, ഇപ്പൊ ഡീനാച്ചുറേഷൻ അല്ലെങ്കിൽ മെൽറ്റിംഗ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്താണ്, ഇറ്റ് ഈസ് റിലേറ്റഡ് ടു അവർ ജീനോം ഓർ എന്താണ് DNA അല്ലെ? DNA പറ്റിയാണ് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ. അപ്പം നമുക്ക് DNA എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഡബിൾ സ്റ്റാൻഡേർഡ് ആണെന്ന് അറിയാം അല്ലേ? അപ്പൊ ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമുക്ക് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആക്കുന്ന പ്രോസസ്സിനെ നമുക്ക് എന്താ പറയുന്നത്? ഡീനാച്ചുറേഷൻ എന്ന് പറയാം അല്ലെ? ഡീനാച്ചുറേഷൻ എന്ന് പറയാം. അതിന് എന്താണ് നമ്മൾ ചെയ്യുന്നത്? മെയിനായിട്ട് നമ്മൾ ചൂടാക്കും, ഹീറ്റ് കൊടുക്കും. ഹീറ്റ് എനർജി കൊടുക്കുമ്പോൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് 2 strands ആയിട്ട് സെപ്പറേറ്റഡ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം? DNA ഡീനേച്ചേർഡ് ആയെന്ന് പറയാം. ഓക്കെ, ഇനി നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണ്. ടെമ്പറേച്ചർ എക്സ് ആക്സിസിൽ ടെമ്പറേച്ചറും വൈ ആക്സിസിൽ എന്താണ് ഡീനേച്ചറേഷൻ. ഇത് രണ്ടും തമ്മിൽ നമ്മൾ ഗ്രാഫ് വരയ്ക്കുവാണെങ്കിൽ എന്താണ്, നമുക്കൊരു സിഗ്മോയിഡ് കർവ് കിട്ടും അല്ലേ? സിഗ്മോയിഡ് കർവ് കിട്ടും. അതിന് നമ്മൾ മെൽറ്റിംഗ് കർവ് ഓഫ് DNA എന്നാണ് പറയുന്നത്. DNAയുടെ മെൽറ്റിംഗ് കർവ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ഇപ്പം ഇതാണ് നമ്മുടെ DNAയുടെ melting curve. As the temperature for the DNA solution increases, DNA starts melting and the 2 strands separate. അപ്പോൾ എന്താണ് നമ്മൾ കൊടുക്കുന്ന ടെമ്പറേച്ചർ, അതായത് DNA കണ്ടെയ്ൻ ചെയ്തിരിക്കുന്ന സൊല്യൂഷന് നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഹീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ DNA എന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. അങ്ങനെ നമുക്ക് 2 strands ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മൾ ഹീറ്റ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ ആണല്ലോ ഫ്ലോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, എക്സ് ആക്സിലാണ് ടെമ്പറേച്ചർ. അപ്പോൾ ടെമ്പറേച്ചർ നമ്മൾ കൂട്ടി വരികയാണ്. ഈ ഒരു റീജിയനിൽ ഇവിടെ വരെ നമുക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ആയിരുന്നു, അത് മെൽറ്റ് ചെയ്യാൻ തുടങ്ങിയില്ല. പക്ഷെ ഒരു പോയിന്റിൽ എത്തുമ്പോൾ എന്ത് ചെയ്യും? പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടും അല്ലേ? പെട്ടെന്ന് ടെമ്പറേച്ചർ കൂടിയിട്ട് ഈ ഡബിൾ സ്റ്റാൻഡേർഡ് DNA എന്തായി മാറും? സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറും. ഓക്കെ, പിന്നെന്താണ്? പിന്നെ അതിൻ്റെ അബ്സോർബൻസ് എന്താണ്? അതുപോലെ തന്നെ നിൽക്കും. ഓക്കെ, അപ്പം DNA ഡീനാച്ചുറേഷനിൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് DNA എന്ന് പറയുന്നത് TM അഥവാ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ എന്താണ്? ടെമ്പറേച്ചർ അറ്റ് വിച്ച് ഹാഫ് ഓഫ് ദ DNA മോളിക്യൂൾസ് ആർ ഡീനേച്ചേർഡ്. അതിനെയാണ് നമ്മളിന്ന് TM എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ എപ്പോഴാണോ ഹാഫ് ഓഫ് ദ DNA മോളിക്യൂൾസ് ബിക്കം എന്താണ് ഡീനേച്ചേർഡ് ഓർ സിംഗിൾ സ്റ്റാൻഡേർഡ് ഈസ് കാൾഡ് TM ഓർ മെൽറ്റിംഗ് ടെമ്പറേച്ചർ എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പോൾ ഇവിടെ നോക്കുവാണെങ്കിൽ ഇവിടെ എത്തിയപ്പോൾ എന്താണ്? ഹാഫ് ഓഫ് അവർ DNA molecules become single stranded. This particular temperature is called our TM or melting temperature of DNA. Okay. ഇനി DNA denaturation ഉണ്ട്, DNA
റീനേച്ചറേഷൻ ഉണ്ട് അല്ലേ. DNA റീനാച്ചുറേഷൻ എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഈ സെപ്പറേറ്റഡ് ആയ DNA റീ അസോസിയേറ്റ് ചെയ്യും. സിംഗിൾ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള DNA എന്ത് ചെയ്യും, നമ്മൾ ടെമ്പറേച്ചർ ഈ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചർ കൊടുക്കുമ്പോൾ അവർ റീ അസോസിയേഷൻ ചെയ്തിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറും. ഓക്കെ, DNA ക്യാൻ മെൽറ്റ് ആൻഡ് റീ അനീൽ റിവേഴ്സിബിളി. അപ്പം DNAക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെൽറ്റ് ചെയ്യാനും പറ്റും, അതുപോലെ റീ അനീൽ ചെയ്യാനും പറ്റും. മെൽറ്റിംഗ് ടെമ്പറേച്ചറിനേക്കാളും താഴ്ന്ന ടെമ്പറേച്ചറിൽ അവരെന്ത് ചെയ്യാൻ പറ്റും, തിരിച്ച് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആകാനും അവർക്ക് പറ്റും. അപ്പം ഇവിടെ ഞാൻ കൊടുത്തിട്ടുണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ടെമ്പറേച്ചർ കൊടുത്തപ്പോൾ, അതായത് TM കൊടുത്തപ്പോൾ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആയി മാറി. ഇവരെ പിന്നീട് എന്ത് ചെയ്യും, ബിലോ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് DNA കൊടുക്കുവാണെങ്കിൽ അവർ റീനാച്ചുറേഷൻ ചെയ്ത് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയിട്ട് മാറുകയും ചെയ്യും. ഓക്കെ, അപ്പം മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് DNA. ഓക്കെ, അപ്പോൾ ഈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് DNA ഈസ് അഫക്റ്റഡ് ബൈ 3 മെയിൻ ഫാക്ടേഴ്സ്. DNAയുടെ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്ന 3 ഫാക്ടേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയോടൈഡ് കണ്ടന്റ് ഓഫ് ദി DNA. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ലെങ്ത് ഓഫ് ദി DNA മോളിക്യൂൾ. തേർഡ് വൺ ഈസ് അയണിക് സ്ട്രെങ്ത് ഓഫ് ദി DNA മോളിക്യൂൾസ്. അങ്ങനെ 3 ഫാക്ടേഴ്സ് ആണ് വിച്ച് അഫക്ട് ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് DNA. ഫസ്റ്റ് വൺ ഈസ് ന്യൂക്ലിയോടൈഡ് കണ്ടന്റ് ഓഫ് ദി DNA, അതായത് ഏതൊക്കെ ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണോ DNA ഉണ്ടാക്കിയിരിക്കുന്നത് അത്. പിന്നെ എന്താണ് DNAയുടെ ലെങ്ത്, പിന്നെ അയണിക് സ്ട്രെങ്ത് ഓഫ് ദി DNA സൊല്യൂഷൻ്റെ അയണിക് സ്ട്രെങ്ത്. ഇനി ഫസ്റ്റ് വൺ ന്യൂക്ലിയോടൈഡ് കണ്ടന്റ് നോക്കാം. ഇപ്പം ന്യൂക്ലിയോടൈഡ് കണ്ടന്റിൽ നിങ്ങൾക്ക് അറിയാം, മെയിനായിട്ടും ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഈസ് മേഡ് അപ്പ് ഓഫ് 4 ന്യൂക്ലിയോടൈഡ്സ് വിച്ച് ആർ ദേ. മെയിനായിട്ട് ഏതാണ്, പ്യൂരിൻസും പിരമിഡിൻസും. അപ്പം അതിൽ തന്നെ ഏതൊക്കെയാണ്, അഡനിനും ഗുവാനിനും പിന്നെയോ സൈറ്റോസിനും തൈമിനും. ഇങ്ങനെ 4 ന്യൂക്ലിയോടൈഡ്സ് വെച്ചിട്ടാണല്ലോ നമ്മുടെ DNA ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അഡിനിൻ പെയർ ചെയ്യുന്നത് എപ്പോഴും തൈമിനും ആയിരിക്കും. എത്ര ഹൈഡ്രജൻ ബോൺസ് ആണ് അവർ തമ്മിലുള്ള, 2 ഹൈഡ്രജൻ ബോൺസ് ആണുള്ളത്. പിന്നെ ഗുവാനിൻ ഈസ് അസോസിയേറ്റഡ് വിത്ത് സൈറ്റോസിൻ അല്ലേ. എത്ര ഹൈഡ്രജൻ ബോൺസ് ആണ് അവർ തമ്മിലുള്ള, 3 ഹൈഡ്രജൻ ബോൺസ് ആണ് ഗുവാനിനും സൈറ്റോസിനും തമ്മിലുള്ളത് അല്ലേ. അപ്പോൾ ന്യൂക്ലിയോടൈഡ് കണ്ടന്റ് എന്ന് പറയുമ്പോൾ ഇഫ് അവർ DNA ഈസ് ഹാവിങ് മോർ GC കണ്ടന്റ്, ഒരുപാട് GC കണ്ടന്റ് ഉള്ള DNA ആണെങ്കിൽ എന്തായിരിക്കും, ഓഫ് കോഴ്സ് നമ്മുടെ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കൂടുതലായിരിക്കും അല്ലേ. കൂടുതൽ ടെമ്പറേച്ചർ കൊടുത്താലേ ഈ 3 ഹൈഡ്രജൻ ബോൺസിനെ ബ്രേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇനിയിപ്പോൾ നമ്മുടെ DNAക്ക് എന്താണ് AT കണ്ടന്റ് ആണ് കൂടുതലെങ്കിൽ നമുക്ക് GC കണ്ടന്റിനേക്കാളും കുറച്ച് ടെമ്പറേച്ചർ കൊടുത്താൽ മതി അവർ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ബോണ്ട് ഡിസോസിയേറ്റ് ചെയ്തിട്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ ന്യൂക്ലിയോടൈഡ് കണ്ടന്റ് എങ്ങനെയാണ് ഈ മെൽറ്റിംഗ് ടെമ്പറേച്ചറിനെ അഫക്റ്റ് ചെയ്യുന്നതെന്ന്. അപ്പം അത് തന്നെയാണ് ഇവിടെ ഗ്രാഫിലും കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ലെങ്ത് ഓഫ് ദി DNA മോളിക്യൂൾ. അപ്പം മോർ ദ ലെങ്ത് ഗ്രേറ്റർ ദ സ്റ്റെബിലൈസിങ് ഫോഴ്സസ് ബിറ്റ്വീൻ ദ 2 DNA സ്ട്രാൻഡ്സ്. അപ്പോൾ എന്താണ്, DNA ലെങ്ത് ഒരുപാട് കൂടുതലാണെങ്കിൽ എന്താണ്, അവർ തമ്മിലുള്ള സ്റ്റെബിലൈസിങ് ഫോഴ്സസും ഒരുപാട് കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ്, ലോങ്ങർ ദ ഡബിൾ സ്റ്റാൻഡേർഡ് DNA ഹയർ ദ മെൽറ്റിംഗ് ടെമ്പറേച്ചർ. നമുക്ക് ലോങ്ങർ ആയിട്ടുള്ള ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആണെങ്കിൽ നമ്മൾ ഒരുപാട് ഹൈ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ എന്ത് പറ്റത്തുള്ളൂ, DNA ഡിസോസിയേറ്റ് ചെയ്യത്തുള്ളൂ. പിന്നെന്താണ്, അയണിക് സ്ട്രെങ്ത് ഓഫ് ദി സൊല്യൂഷൻ. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ DNAയിൽ എന്തുണ്ട്, ന്യൂക്ലിയോടൈഡ് ഉണ്ട്, ഷുഗർ ഉണ്ട്, പിന്നെ എന്താണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട് അല്ലേ. അപ്പോൾ ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൽ എന്താണ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പിൻ്റെ ചാർജ് എന്താണ്, നെഗറ്റീവ് ചാർജ് ആണ് അല്ലേ. അപ്പം ദീസ് നെഗറ്റീവ് ചാർജസ് ഓൺ ഈച്ച് സ്ട്രാൻഡ് റിപ്പൽ ഈച്ച് അതർ. അപ്പം 2 സ്ട്രാൻഡിൻ്റെയും എന്താണ് ഈ നെഗറ്റീവ് ചാർജസ് തമ്മിൽ റിപ്പൽ ചെയ്യും അല്ലേ. അപ്പോൾ എന്താണ്, ഇപ്പോൾ റിപ്പൽ ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ അയണിക് സ്ട്രെങ്ത് ഒരുപാട് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അയണിക് സ്ട്രെങ്ത് ഒരുപാട് കൂടുതലുള്ള സൊല്യൂഷൻ ആണെങ്കിൽ നമ്മൾ കൂടുതൽ എന്താണ് മെൽറ്റിംഗ് ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ, അവർക്ക് സ്റ്റേബിളായിട്ട് നിൽക്കാൻ, അവർക്ക് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ. അപ്പോൾ അയണിക് സ്ട്രെങ്ത് ഇപ്പം ഈച്ച് സ്ട്രാൻഡിൽ, അപ്പം 2 സ്ട്രാൻഡിൽ നമുക്കറിയാം എന്തുകൊണ്ട്
ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, അവർക്ക് നെഗറ്റീവ് ചാർജ് ഉണ്ട്, അവർ തമ്മിൽ റിപ്പൽ ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പം നമ്മൾ കൊടുക്കുന്ന നമ്മുടെ സൊല്യൂഷൻ്റെ അയണിക് സ്ട്രെങ്ത് കൂടുതലാണെങ്കിൽ എന്താ ചെയ്യുന്നത്, അവർ തമ്മിൽ നല്ല അയണിക് സ്ട്രെങ്ത് കൂടുമ്പോൾ എന്താണ്, ഈ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒക്കെ എന്ത് ചെയ്യും, സ്റ്റേബിൾ ആവാൻ തുടങ്ങും അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും, കൂടുതൽ മെൽറ്റിംഗ് ടെമ്പറേച്ചർ കൊടുത്താൽ മാത്രമേ അവർ തമ്മിൽ നമുക്ക് ഡിസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇതുവരെ എന്താണ്, മെൽറ്റിംഗ് ടെമ്പറേച്ചർ ഓഫ് DNA വിച്ച് ഈസ് അഫക്റ്റഡ് ബൈ 3 ഫാക്ടേഴ്സ്. ഏതാണ്, GC കണ്ടന്റ്, then length of the DNA, then third one is ionic strength. Higher GC content, higher the melting temperature. Longer the double stranded DNA, higher the melting temperature, and higher the ionic strength, higher the melting temperature. ഓക്കെ, ഈ 3 ഫാക്ടേഴ്സ് മനസ്സിലായല്ലോ നിങ്ങൾക്ക്. ഇനി അടുത്തത് നമുക്ക് കോട്ട് വാല്യൂ. ഓക്കെ, അപ്പം DNA റീ അസോസിയേഷൻ കൈനറ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് ഈ കോട്ട് ഹാഫ് ഈസ് ഇക്വൽ ടു, ഒരു ഇക്വേഷൻ ഉണ്ട്, കോട്ട് ഹാഫ് ഈസ് ഇക്വൽ ടു 1/K2. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾക്ക് C0 എന്ന് പറയുന്നത് എന്താണ്, DNA കോൺസെൻട്രേഷൻ, ഫസ്റ്റ് ഉണ്ടായിരുന്ന DNAയുടെ കോൺസെൻട്രേഷൻ. നമ്മൾ റിയാക്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പം എത്ര DNAയുടെ കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു, അതാണ് C0 എന്ന് പറയുന്നത്. അത് T1/2 എന്ന് പറയുമ്പം ടൈം ഫോർ ഹാഫ് റിയാക്ഷൻ ഓഫ് ഈച്ച് കമ്പോണൻ്റ് ഓഫ് ഫ്രാക്ഷൻ. അതായത് റിയാക്ഷൻ്റെ ഹാഫ് ടൈം എന്നൊക്കെ പറയത്തില്ലേ, അതാണ് T1/2. K2 എന്ന് പറയുമ്പോൾ എന്താണ്, സെക്കൻഡ് ഓർഡർ റേറ്റ് കോൺസ്റ്റൻ്റ് ആണ് K2 എന്ന് പറയുന്നത്. അപ്പം ഇവിടെ നിങ്ങൾക്ക് നോക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ ഇവിടെ നോക്കുന്നത് Y ആക്സിസിൽ എത്ര പെർസെൻറ്റേജ് DNA ആണ് അസോസിയേറ്റ് ചെയ്തത്. അതായത് നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു, കോട്ട് വാല്യൂവിനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. എന്താണ് ഈ കോട്ട് വാല്യൂ എന്ന്, അതായത് നമ്മൾ ഫസ്റ്റ് ഒരു മെൽറ്റിംഗ് ടെമ്പറേച്ചർ കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഈ DNA നമ്മൾ ഡബിൾ സ്റ്റാൻഡേർഡ് DNA നമ്മൾ സിംഗിൾ സ്റ്റാൻഡേർഡ് DNA ആക്കിയല്ലോ. ഇനി എത്ര പെർസെൻറ്റേജ് DNA ആണ് ഇങ്ങനെ ഡിസോസിയേറ്റ് ചെയ്തതിൽ വീണ്ടും റീ അസോസിയേറ്റ് ചെയ്തിട്ട് ഡബിൾ സ്റ്റാൻഡേർഡ് DNA ആയത് എന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ജീനോമിൻ്റെ കോംപ്ലക്സിറ്റി പറയുന്നത്. അതായത് അവർ ഹാപ്ലോയിഡ് ആണോ, അതോ അവർക്ക് എന്തുണ്ട്, റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഉണ്ടോ, അങ്ങനെയൊക്കെ പറയുന്നത്. അതായത് ഹൈലി റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആണുള്ളത്, അതോ ഇൻ്റർമീഡിയറ്റ് റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആണുള്ളത്, അതായത് അല്ലെങ്കിൽ എന്താണ് റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഒന്നും ഇല്ലേ, അതൊക്കെ പറയുന്നത് എന്താണ്, ഈ ഒരു പെർസെൻറ്റേജ് ഓഫ് DNA റീ അസോസിയേഷൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കുമ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ ഫസ്റ്റ് നോക്കിക്കേ, ഈ ഒരു പോയിന്റിൽ സ്ലോ, അതായത് ഇത്രയും ആയപ്പോൾ തന്നെ, അതായത് ഈ ഒരു ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്താണ് നമ്മുടെ ഇപ്പം ഈ ഗ്രാഫിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെയാണ് നമ്മുടെ 0 സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഫാസ്റ്റായിട്ട് റീ അസോസിയേറ്റ് ചെയ്തത് ഇവിടെയാണ്. അതായത് കുറച്ച് സമയം കൊണ്ട് തന്നെ DNA റീ അസോസിയേറ്റ് ചെയ്തു. അപ്പോൾ എന്താണ്, റിപ്പീറ്റഡ് സീക്വൻസസ് ഒരുപാടുണ്ടെങ്കിൽ DNA പെട്ടെന്ന് ഫാസ്റ്റായിട്ട് റീ അസോസിയേറ്റ് ചെയ്യും. ഓക്കെ, റിപ്പീറ്റഡ് സീക്വൻസ് എന്ന് പറയുമ്പം നോൺ കോഡിങ് റീജിയൻ ആണ്. ഓക്കെ, അത് ഒരു പ്രോട്ടീനെ കോഡ് ചെയ്യുന്നില്ല, ജസ്റ്റ് കുറേ റെപ്പറ്റേറ്റീവ് സീക്വൻസ് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ എവിടെയോ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതായത് എന്താണ്, ഹെറ്ററോക്രോമാറ്റിക് റീജിയൻ, QHRS എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞായിരുന്നു. ഹെറ്ററോക്രോമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത് മെയിനായിട്ട് നോൺ കോഡിങ് റീജിയൻ ആണ്. അവിടെ മെയിനായിട്ട് എന്താണ് പറയുന്നത്, റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആണുള്ളത്. അവർ പ്രത്യേകിച്ച് ഒരു പ്രോട്ടീനെയും കോഡ് ചെയ്യത്തില്ല. അതോടൊപ്പം തന്നെ എന്താണ്, അത് നമ്മൾ സ്റ്റെയിൻ ചെയ്യുവാണെങ്കിൽ ക്രോമസോമിൽ വളരെ ഡാർക്കായിട്ട് കാണപ്പെടുന്ന റീജിയൻ ആണ് ഹെറ്ററോക്രോമാറ്റിക് റീജിയൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ എന്താണ്, ഹൈലി റെപ്പറ്റേറ്റീവ് സീക്വൻസ് കാണും. അപ്പോൾ ഹൈലി റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ DNA എന്ത് ചെയ്യും, റീ അസോസിയേറ്റ് ചെയ്യും. ഇനി ഇൻ്റർമീഡിയറ്റ് റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഉള്ളെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും. അതായത് ഏകദേശം ഒരു 30% DNA എന്ത് ചെയ്തു, റീ അസോസിയേറ്റ് ചെയ്തു. പിന്നെയോ അതായത്
സ്ലോ, അതായത് ഈ ഗ്രാഫിനൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ. അതായത് തിരിച്ചാണ്, അതായത് സ്ലോ അഥവാ എന്താണ് റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഇല്ലാത്ത DNA ആണെന്നുണ്ടെങ്കിൽ അത് അവരെന്ത് ചെയ്യും, റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സമയം എടുക്കും കേട്ടോ. റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഇല്ലാത്തവരാണെങ്കിൽ അവർ റീഅസോസിയേറ്റ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അതായത് പറയുന്നത് ഇനി അതിൽ ജീനോം സൈസ് ഇൻ ന്യൂക്ലിയോറ്റൈഡ്. ഈ ഗ്രാഫ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഈ ഗ്രാഫ് നിങ്ങൾക്ക്, എനിക്കൊരു ഡൗട്ടുണ്ട്, ഇതിൽ ഒരു കൺഫ്യൂഷനുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് എന്തായാലും സെപ്പറേറ്റ് ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഇനി അത് ജീനോം സൈസ് ഇൻ ന്യൂക്ലിയോറ്റൈഡ് പെയേഴ്സ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ജീനോം സൈസും അതുപോലെ തന്നെ എന്താണ് ജീനോമിൻ്റെ സൈസും ആനിമലിൻ്റെ കോംപ്ലക്സിറ്റി അല്ലേ. ദ സൈസ് ഓഫ് ഹ്യൂമൻ ജീനോം ഈസ് അറൌണ്ട് 3 × 10⁹ ബേസ് പെയർസ് ആണ്. ഓൾമോസ്റ്റ് ഓൾ ഓഫ് ഇറ്റ്സ് കോംപ്ലക്സിറ്റി ഈസ് ഇൻ സിംഗിൾ കോപ്പി DNA. ഓക്കെ, പക്ഷെ ഹ്യൂമൻസിനേക്കാളും എന്താണ് വളരെ പ്രിമിറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം ആയിട്ടുള്ള അമീബ എടുക്കുവാണെങ്കിൽ അവരുടെ ജീനോമിൻ്റെ സൈസ് എന്താണ് വളരെ വലുതാണെന്ന് നമ്മൾ കണ്ടല്ലേ. അപ്പം ജീനോം സൈസും ആനിമലിൻ്റെ കോംപ്ലക്സിറ്റിയും തമ്മിൽ ബന്ധമില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി നെക്സ്റ്റ് കോഡ് വാല്യൂസ്. ഇവിടെ നമുക്കറിയാം ഈക്കോളയും വൈറസും എടുക്കുവാണ്. ഓക്കെ, ഇപ്പം ഈക്കോള എടുക്കുവാണെങ്കിൽ എത്ര സമയം എടുത്തു അവർ റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്? കുറേ സമയം എടുത്തല്ലേ റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം എന്താണ്, അവർ വൈറസിനെ അപേക്ഷിച്ച് അവർ കുറച്ച് കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിസം ആയതുകൊണ്ട് എന്താണ് അവർ കുറച്ച് ഏറെ സമയം എടുത്തവർ അവരുടെ DNA റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ വൈറസ് T4 ഫേജ് ഒക്കെ ആകുമ്പോൾ അവർക്ക് എന്താണ് കുറച്ച് ഈക്കോളേക്കാളും കുറച്ച് സമയം മതിയായിരുന്നു അവർക്ക് അവരുടെ DNA റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിനകത്ത് ഇതിപ്പോൾ നമ്മൾ പ്രോകാരിയോട്സിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി യൂകാരിയോട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ അവർ കോഡ് കർവ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഹൈലി റെപ്പറ്റേറ്റീവ്, ഇതാണ് നമ്മൾ നേരത്തെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത് അല്ലേ. അപ്പം ഹൈലി റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആണുള്ളത്. യൂകാരിയോട്സിലാണ് നമുക്ക് എന്തുള്ളത്, ഹൈലി റെപ്പറ്റേറ്റീവ് സീക്വൻസ്, മോഡറേറ്റ്ലി റെപ്പറ്റേറ്റീവ് സീക്വൻസ്, അല്ലെങ്കിൽ എന്താണ് റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഇല്ലാത്ത കുറേ ഫ്രാക്ഷനും കാണുമല്ലോ. ജീനോം കോംപ്ലക്സ് ആണല്ലോ പ്രോകാരിയോട്ടിനെ അപേക്ഷിച്ച്. യൂകാരിയോട്ടിക് ജീനോം കുറച്ച് കോംപ്ലക്സ് ആണ്. അപ്പോൾ അവരിൽ ഈ 3 ടൈപ്പ് സീക്വൻസും കാണും ജീനോമിൽ. അപ്പോൾ ഇവിടെ നോക്കിയേ, ഹൈലി റെപ്പറ്റേറ്റീവ് ഫ്രാക്ഷൻ ആണെങ്കിൽ അവരെന്ത് ചെയ്യും, പെട്ടെന്ന് തന്നെ റീനേച്ചർ ചെയ്യും അല്ലേ. ഫ്രാക്ഷൻ റീഅസോസിയേറ്റഡ് എന്താണ്, പെട്ടെന്ന് കുറച്ച് സമയം മതി, പെട്ടെന്ന് തന്നെ അവർ റീഅസോസിയേറ്റ് ചെയ്യും. 25% റീഅസോസിയേറ്റ് ചെയ്തു. അതിനുശേഷം എന്താണ്, ഇൻ്റർമീഡിയറ്റ് ആണെങ്കിലോ മോഡറേറ്റ്ലി റെപ്പറ്റേറ്റീവ് ആണെങ്കിൽ അവർ കുറച്ച് സമയം കൊണ്ട് എടുത്തു എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട്, റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി നോൺ റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആണെങ്കിലോ അവർ ഒരുപാട് സമയം എടുക്കും. എന്തിനു വേണ്ടിയിട്ടാണ്, വളരെ സ്ലോ ആയിട്ടേ അവരെന്ത് ചെയ്യത്തുള്ളൂ, റീഅസോസിയേറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അഥവാ റീനേച്ചേഴ്സ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഈ ഗ്രാഫ് നമുക്ക് ഇങ്ങനെ തന്നെ ഇത് വെച്ച് പറയാം അല്ലേ. അപ്പോൾ ഇവിടെ നമ്മൾ അത് തന്നെയാണ് %DNA റീഅസോസിയേറ്റഡ്. ഇവിടെ എന്താണ്, അതായത് ഹൈലി റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവരെന്ത് ചെയ്യും, ഫാസ്റ്റിൽ തന്നെ അല്ലേ. C0 T½ എന്ന് പറയുമ്പം ഇത്രയും സമയം എടുത്തുള്ളൂ അവർ റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇൻ്റർമീഡിയറ്റ്ലി അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഉള്ളവരാണെങ്കിലോ അവർക്ക് ഇത്രയും സമയം എടുത്ത് റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി സ്ലോ അഥവാ റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഇല്ലാത്തവർക്കാണെങ്കിലോ, ജീനോമിലെ റെപ്പറ്റേറ്റീവ് സീക്വൻസ് ഇല്ലാത്ത റീജിയൻ ആണെങ്കിലോ അത് റീഅസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഇത്രയും സമയം എടുത്തു. ഓക്കെ, അതാണ് പറയുന്നത്.
നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റെപ്പറ്റേറ്റീവ് സീക്വൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട് വേണ്ട, നോൺ കോഡിങ് റീജിയൻ ആണ്. അപ്പോൾ എന്താണ്, ഏതെങ്കിലുമൊക്കെ കുറച്ച് സെയിം സീക്വൻസ് തന്നെ കാണത്തുള്ളൂ. അപ്പോൾ അവർക്ക് എന്താണ്, നോൺ കോഡിങ് റീജിയൻ ആയതുകൊണ്ട് തന്നെ അവർക്ക് റീ അസോസിയേറ്റ് ചെയ്യാൻ പാട് കാണത്തില്ല. ഓക്കെ, ഇനി നോൺ റെപ്പറ്റേറ്റീവ് സീക്വൻസ് ആണെങ്കിൽ എന്താണ്, അവർ മിക്കവാറും കോഡിങ് റീജിയൻ ആയിരിക്കും. അപ്പോൾ അവർ തമ്മിൽ ഏതാണ്, GC കണ്ടന്റ് AT റീജിയൻ കണ്ടന്റ് തമ്മിൽ നല്ല സ്ട്രോങ് ബോണ്ടിങ് ആയിരിക്കും. അപ്പോൾ അവരെ റീ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചേറെ സമയം എടുത്തിട്ട് അവർ റീ അസോസിയേറ്റ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതാണ് കോഡ് വാല്യൂ. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇത് കാണുക. കണ്ടതിന് ശേഷം ഈ കോഡ് വാല്യൂസിന് മിക്കവാറും എല്ലാവർക്കും ഡൗട്ട് വരും. നിങ്ങളത് എന്നിട്ട് ചോദിക്കണം. ഓക്കെ.